ഇപ്പോൾ നമുക്കൊപ്പം ഞങ്ങളുടെ പ്രതിനിധി ഹരി ചേരുകയാണ്. ഹരിക്കൊപ്പം നടൻ കൃഷ്ണകുമാർ ഉണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, ഇപ്പോഴത്തെ 2 രാജി, ഇതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹത്തിന് പറയാനുള്ളത് എന്തെന്ന് കേൾക്കാം. രേണുക നമസ്കാരം. എന്നോടൊപ്പം നടൻ കൃഷ്ണകുമാറാണ് ചേരുന്നത്. ഇന്ന് രാവിലെ സിദ്ദിഖിന്റെ രാജിയും അതോടൊപ്പം രഞ്ജിത്തിന്റെ രാജിയും ഒക്കെ സംസാരിക്കാൻ നടൻ കൃഷ്ണകുമാർ തത്സമയം ഞങ്ങളോടൊപ്പം ചേരുകയാണ്. സർ, ഇന്ന് അതിരാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ AMMയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് രാജിവെക്കുന്നു. അതോടൊപ്പം തന്നെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് രാജിവെക്കുന്നു. ഒരാഴ്ച കൊണ്ട് സിനിമാ ലോകം മാറി മറിയുന്നു. സർ, എന്താണ് തോന്നുന്നത്? ഇത് അവരുടെ രാജി എന്തായാലും സ്വാഗതം ചെയ്യുന്നു. അത് സമ്മർദ്ദം മൂലമാണോ സ്വയം രാജിവെച്ചാണോ എനിക്കറിയില്ല. ഏതായാലും അത് സ്വാഗതം ചെയ്യുന്നു. പക്ഷേ നമുക്ക് ഈ രാജികളിൽ തീരുന്നില്ല. ഈ 1-2 രാജികളല്ല. ഈ റിപ്പോർട്ട് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഇന്ന് അറിയാം എന്താണ് റിപ്പോർട്ടിലുള്ളത്. കാരണം പണ്ട് ജനങ്ങൾക്കൊരു സംശയവും മാത്രമായിരുന്നു സിനിമാ മേഖലയിൽ ഇങ്ങനെ എന്തൊക്കെയോ വിഷയങ്ങൾ നടക്കുന്നുണ്ടെന്ന്. ഈ റിപ്പോർട്ട് കൃത്യമായ രേഖകൾ ഉൾപ്പെടെ ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഈ റിപ്പോർട്ട് 4.5 വർഷത്തോളം പൂഴ്ത്തി വെച്ചിരിക്കുന്നു. അതായത് പുറത്ത് ജനങ്ങൾക്ക് അറിയാൻ പറ്റാത്ത രീതിയിൽ ഇതെടുത്ത് വെച്ചിട്ട് ഇപ്പൊ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു. അപ്പൊ ഈ രഹസ്യങ്ങളെല്ലാം അറിയാവുന്നതാണ്. ഇതിനകത്തെ സർവ്വകാര്യങ്ങളും അറിയാവുന്ന സർക്കാരാണ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. ആദ്യം തന്നെ ഇത് പൂഴ്ത്തി വെക്കുകയെന്ന് വെച്ചാൽ അത് തന്നെ ഇപ്പൊ ഇവര് രാജിവെക്കാൻ വൈകിയപ്പോൾ തന്നെ നമ്മൾ എന്തുമാത്രം ഇവിടെ പ്രശ്നങ്ങൾ കണ്ടു. ഈ സർക്കാർ 4.5 വർഷം പൂഴ്ത്തി വെച്ചില്ലേ, അതിനെന്താ ആരും ചോദ്യം ചെയ്യാത്തത്? 1. 2, ഈ രാജിവെച്ചു, ഇനി അടുത്തത് എന്ത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അന്വേഷണം വരണം, ഇത് കോടതിയിലോട്ട് പോകണം, നടപടി ഉണ്ടാവണം. അതിലേക്കൊക്കെ സർക്കാർ മുൻകൈ എടുക്കുമോ? ഇപ്പൊ തന്നെ ഒരു സംഘടന ഈ പരാതിയുമായിട്ട് വന്നതുകൊണ്ടാണല്ലോ ഇതൊക്കെ ഇവിടം വരെ എത്തിയത്. ഈ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു. ഇതിന് തുടർന്നുള്ള നടപടി എന്തായിരിക്കും? നമുക്കത് തുറന്ന് ഇരുന്ന് കാണാം. ഇന്ന് കുറച്ചു നേരം മുമ്പ് സാംസ്കാരിക മന്ത്രിയായ സജി ചെറിയാൻ മാധ്യമങ്ങളോട് പ്രതികരിച്ച സമയത്ത് മാധ്യമങ്ങളെ പഴിചാരിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. മാധ്യമങ്ങൾ വാർത്തകൾ വളച്ചൊടിച്ചു എന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത്. കഴിഞ്ഞ ദിവസം പോലും അദ്ദേഹത്തെക്കുറിച്ച് മാധ്യമങ്ങൾ സംസാരിച്ചത് മോശമായ രീതിയിൽ എന്നതാണ് സംബന്ധിച്ചാണ് അദ്ദേഹം സംസാരിച്ചത്. അല്ലാതെ രഞ്ജിത്തിന്റെ രാജിയെക്കുറിച്ച് കൃത്യമായ ഒരു ഡെഫിനിഷൻ അദ്ദേഹം പറഞ്ഞിട്ടില്ല. സാംസ്കാരിക മന്ത്രി അദ്ദേഹത്തിന്റെ നിലപാടുകൾ എന്താണ് തോന്നുന്നത്? അല്ല, അതുകൊണ്ടാണല്ലോ ഇത് എളുപ്പൊരു പരിപാടിയാണല്ലോ, ആരുടെയെങ്കിലും തലയിലോട്ട് വയ്ക്കുക, മാധ്യമങ്ങൾ വളച്ചൊടിക്കുന്നു അങ്ങനെയൊക്കെ പറയാം. ഞാൻ ചോദിക്കട്ടെ, ഇതിനകത്ത് വലിയതായിട്ട് രാഷ്ട്രീയവും മതവും മറ്റു കാര്യങ്ങളും നോക്കാതെ നടപടിയെടുക്കണം. കാരണം ഇങ്ങനൊരു റിപ്പോർട്ട് വന്നിരിക്കുന്നു, ജനങ്ങൾക്ക് ഇതിന്റെ ഏകദേശ ധാരണ മുഴുവൻ കിട്ടി. കാരണം ഇന്ന് മീഡിയ ശക്തമാണ്, സോഷ്യൽ മീഡിയ ഉണ്ട്, ഇതിനകത്തോട് എല്ലാ വിവരങ്ങളും അറിഞ്ഞിരിക്കുക. അപ്പൊ ജനങ്ങളുടെ പോലും പിന്തുണയുണ്ട്. ഈ സമയത്തും നടപടി എടുക്കുന്നില്ലെങ്കിൽ ഈ സർക്കാരിനും മന്ത്രിക്കൊക്കെ ഇതിനകത്ത് എന്തോ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ അവരുടെ ആൾക്കാർ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ട്. അല്ലാതെ ഇങ്ങനൊരു അഴവഴ മറുപടി അല്ല പറയേണ്ടത്. ഞങ്ങൾ അന്വേഷിക്കും, അന്വേഷണ ഉദ്യോഗസ്ഥനെ പ്രഖ്യാപിക്കട്ടെ സർക്കാർ. അപ്പൊ ഇനി പറയും ആരും പരാതി എഴുതി തന്നിട്ടില്ല. ഞാൻ പിന്നെ സ്വമേധയാ കേസെടുക്കാനുള്ള വകുപ്പുകളൊക്കെ ഉണ്ട്. ഇവിടെ തന്നെ വനിതാ കമ്മീഷനുണ്ട്. ഇന്ന് ഈ തുറന്നു പറഞ്ഞിരിക്കുന്നവർക്ക് വനിതാ കമ്മീഷന്റെ ഭാഗം എല്ലാവിധ നിയമ നടപടികളോട്ടും മറ്റും പോകേണ്ട സഹായവും ചെയ്തു കൊടുക്കണം ഈ അവസരത്തിൽ. അല്ലാതെ ഇങ്ങനത്തെ ആരോ സംരക്ഷിക്കാൻ വേണ്ടി അടുത്തൊരു പ്രശ്നം വരുന്നത് വരെ ഇതൊന്ന് നീട്ടിക്കൊണ്ട് ആ പ്രശ്നം വരുമ്പോൾ ഇതിനെ മുക്കാനുള്ള ഇതാണ് ഇപ്പൊ ആ ഒരു ചിന്തയാണ് ഇവരുടെ മനസ്സിലൂടെ പോകുന്നതായിട്ട് കാണാൻ കഴിയുന്നത്. ഇപ്പോ ഈ ഒരു കമ്മീഷൻ റിപ്പോർട്ട് വരുന്ന സമയത്ത് ഒരു പരിഹാസ രൂപേണ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് പോലും ഈ ഒരു കമ്മീഷൻ റിപ്പോർട്ട്, ഇത് ഒരുപാട് കമ്മീഷൻ റിപ്പോർട്ടുകൾ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്, ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു റിപ്പോർട്ട് വരുന്ന സമയത്ത്, ഇത്രയധികം നടപടികൾ ഉണ്ടാവുന്ന ഒരു സമയത്ത്, രാജ്യങ്ങൾ ഉൾപ്പെടെ വരുമ്പോൾ അങ്ങനെ ഒരു പ്രതീക്ഷ ഇപ്പോഴും ഉണ്ടോ, അതോ അതിൽ നിന്നും മാറിയിട്ടുണ്ടോ? അല്ല, നമുക്ക് എപ്പോഴും ഉണ്ടല്ലോ ഒരു ഏരിയ. ഇപ്പൊ ഞാനും വർക്ക് ചെയ്യുന്ന, എന്റെ മക്കളും വർക്ക് ചെയ്യുന്ന ഒരു മേഖലയാണ് സിനിമാ മേഖല. ഇതിനകത്ത് പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞ് എല്ലാവരും പ്രശ്നക്കാരാണോ? ഒരിക്കലുമല്ല. ഒരു ചെറിയ വിഭാഗമാണ്. പക്ഷേ ഈ ചെറിയ വിഭാഗമായിരുന്നത് പതുക്കെ അതിന്റെ എണ്ണം കൂടി വരികയാണ്. എന്തുകൊണ്ട്? കാരണം നമ്മുടെ നാട്ടിൽ സിനിമ എന്ന് മാത്രമല്ല ഒരു തൊഴിലിടത്തും സ്ത്രീകൾക്ക് പൊതുവെ, പുരുഷന്മാരും അനുഭവിക്കുന്നുണ്ട്, പക്ഷെ അതിനകത്ത് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് സ്ത്രീകളാണ്. ഒരിടത്തും ശിക്ഷ കനക്കാത്തത് കൊണ്ട് എന്താണ് ഈ പ്രവണത കൂടി വരികയാണ്. ഇപ്പൊ തന്നെ ഇത്തവണ ഇതുപോലെ പല കമ്മീഷനുകളും വന്നിട്ടുണ്ട്, പഠന റിപ്പോർട്ടുകൾ വന്നു, ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഇപ്പൊ മയക്കുമരുന്നിന്റെ സംഭവത്തിന് മുമ്പുണ്ടായല്ലോ, നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. പ്രതികളെ അറസ്റ്റ് ചെയ്തു, ഈ മയക്കുമരുന്ന് പിടിച്ചെടുത്തു, ആർക്കാണ് കൊടുക്കുന്നത്, ആരൊക്കെ ഉപയോഗിക്കുന്നത് എല്ലാം വന്നിരുന്നല്ലോ. ഇരച്ചു കയറും, അവിടെ കയറി അന്വേഷിക്കും, കാരവനിൽ കയറുന്നു. അവിടെ എവിടെ പോയ കേസ്? ഇന്ന് അതിലെ പ്രതികളെല്ലാം പ്രഗത്ഭ സ്ഥാനത്തല്ലേ നിൽക്കുന്നത്. അപ്പൊ ഇതുപോലെ നമ്മുടെ മുൻ അനുഭവം വെച്ച് നമ്മൾ വിചാരിക്കുന്നത് അങ്ങനെ ആയി പോകുമോ എന്നുള്ള ഭയമാണ് ഇതിനകത്ത് വരുന്നത്. ആകരുതേ എന്നാണ് ആഗ്രഹം. പക്ഷെ ഇതുപോലെയല്ലോ, ഇവിടെ നടിമാർ പരസ്യമായി തന്നെ അവർക്കെതിരെ രംഗത്തെത്തുകയാണ്, പേരുകൾ പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുന്നു. ആ ഒരു സാഹചര്യം ഇത് തമ്മിൽ വ്യത്യാസമില്ലേ? തീർച്ചയായിട്ടും അന്നും വ്യത്യാസമില്ല. അന്നും ആൾക്കാർ ആരാന്ന് വ്യക്തമായിരുന്നു. സമർത്ഥരായ പോലീസ് ഉദ്യോഗസ്ഥർ, അല്ലെങ്കിൽ എക്സൈസ് ഉദ്യോഗസ്ഥർ അവരെ അറസ്റ്റും ചെയ്തിരുന്നു. എന്നിട്ടും നടപടി ഉണ്ടായില്ല. പോട്ടെ, ഇപ്പൊ ഇത്രയും വരെ എത്തിയിരിക്കുന്നു. അടുത്ത നടപടി എന്താണ്? ഇവരെ തീർച്ചയായിട്ടും ഇത് അന്വേഷണം നടത്തണം. ഇപ്പോൾ ഇവരാരും ഇതിനകത്ത് പ്രതികളല്ലെങ്കിൽ അവരെ കുറ്റവിമുക്തരാക്കുന്നതും നോക്കുകയും വേണം. കാരണം 2 തരത്തിൽ അതിനകത്ത്. കാരണം
നമ്മൾ എപ്പോഴും ഇത് പറയുമ്പോൾ ആണുങ്ങൾ മുഴുവൻ കുഴപ്പക്കാരാണെന്നൊരു തോന്നൽ വരും. അങ്ങനെയും കരുതരുത്. ഇപ്പൊ എന്റെ മകളൊക്കെ സിനിമയിൽ അഭിനയിക്കുന്നു. അപ്പോൾ അതിനകത്ത് മേക്കപ്പിന്റെ പിള്ളേരുണ്ട്, കൊച്ചുകുട്ടികളാണ്, പയ്യന്മാരാണ്, അതുപോലെ തന്നെ ഡ്രൈവർമാരുണ്ട്. അപ്പം മക്കൾ ഇങ്ങനെ പറയാം, അച്ഛാ ഇന്ന് സെറ്റിൽ പോയിട്ട് വരുമ്പോഴത്തേക്ക് കുറച്ച് ലേറ്റായി. അപ്പം നമ്മളൊക്കെ ഇങ്ങനെ പലയെ പറ്റി പറയും. പക്ഷെ ആ മേക്കപ്പിലെ ആ പയ്യൻ, പിന്നെ ആ ഡ്രൈവർ ചേട്ടൻ, ഇവർ കൂടെ വന്നു, റൂമിൽ വന്ന് അകത്ത് കയറ്റി റെഡി ഓക്കെ ആണല്ലോ പറഞ്ഞിട്ട് പോകുന്നു. അപ്പം നല്ലൊരു ഭാഗത്തുണ്ട്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഈ പറഞ്ഞില്ലേ, ഇതിനകത്ത് അഭിനയ ചാൻസ് ചോദിച്ചു വരുന്നതിൽ പല മേഖലയിൽ നിന്ന് വരുന്നുണ്ട്. രാഷ്ട്രീയക്കാർ സിനിമയിലോട്ട് വരുന്നു, സിനിമാക്കാർ അല്ല പോലീസ് ഉദ്യോഗസ്ഥർ വരുന്നു, മറ്റുദ്യോഗസ്ഥർ വരുന്നു, സർക്കാർ ഉദ്യോഗസ്ഥർ, ഇവരെല്ലാം ചാൻസുമായിട്ട് വരുന്നതാണ്. അപ്പൊ എന്ത് പറ്റുന്നു, ഈ കുറ്റകൃത്യം ചെയ്യുന്ന ക്രിമിനൽസ് ഇവരും തമ്മിൽ ഒരുമിക്കുന്നുണ്ട് പല രാത്രികളിലും, ഭക്ഷണ സമയത്തോ അല്ലെങ്കിൽ മദ്യപിക്കുന്ന സമയത്തോ. ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ ഈ കോക്കസിനകത്ത് എല്ലാവരും ഉണ്ട്. ഇതാണ് ഇവർക്ക് ധൈര്യം കൊടുക്കുന്നത്, കുറ്റവാളികൾക്ക് പോലും ധൈര്യം കൊടുക്കുകയാണ്. ഇത് കാണുമ്പോൾ പലരും വാ തുറക്കുന്നില്ല. ഇന്നിപ്പോ ഒരു സംഘടന വന്നു, പരാതി കൊടുത്തു, ഇപ്പൊ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ ഇങ്ങനെ റിപ്പോർട്ട് കൊണ്ടുവന്നുകൊണ്ട് പലർക്കും ധൈര്യം വന്നിരിക്കുന്നു. ഈ ധൈര്യം എത്ര നാളത്തേക്ക് എന്നുള്ളതാണ് പ്രശ്നം. രാത്രികളിൽ പ്രത്യേകിച്ച് തങ്ങൾ അഭിനയിച്ച വേഷത്തിന്റെ പ്രതിഫലം വാങ്ങണമെങ്കിൽ രാത്രി റൂമുകളിലേക്ക് ചെല്ലണമെന്ന് വരെയുള്ള നിലപാടുകൾ പുറത്തു വരികയാണ്. ഞെട്ടിപ്പിക്കുന്നതല്ലേ ഇത്? സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആരാധിക്കുന്ന താരങ്ങളുടെ പേരുകൾ വരെ വരിക, അവരിൽ ഇതുപോലത്തെ ഒരു ആരോപണങ്ങൾ വരിക എന്ന് പറയുമ്പോൾ മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം പ്രേക്ഷകർ എങ്ങനെ നോക്കിക്കാണുമെന്നാണ് വിചാരിക്കുന്നത്? ഇതുപോലുള്ള പ്രശ്നങ്ങൾ മുന്നോട്ട് വരുമ്പോൾ നായികമാർ പ്രത്യേകിച്ച് അവരുടെ പ്രശ്നങ്ങൾ മുന്നോട്ട് ഇതുപോലത്തെ ഭീകരമായ ഭയാനകമായ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് റൂമിലോട്ട് വന്നില്ലെങ്കിൽ അങ്ങോട്ട് ഇന്ന് ഇടിച്ചു കയറുന്ന സ്വഭാവമുണ്ട്. ഇതൊക്കെ പോട്ടെ, താൻ ചോദിച്ച രീതിയിൽ രാത്രി വന്ന് വഴങ്ങിയില്ലെങ്കിൽ അടുത്ത ദിവസം ക്യാമറയുടെ മുമ്പിൽ വരുമ്പോഴത്തേക്ക് ഈ പാവം പിടിച്ച നടികളെ, അതായത് നല്ലപോലെ അഭിനയിച്ചാൽ പോലും അവരുടെ അഭിനയം മോശമാണെന്നൊരു പരസ്യമായിട്ട് അവഹേളിക്കുക, ചീത്ത വിളിക്കുക, മറ്റുള്ളവരുടെ മുമ്പിൽ അപമാനിക്കുക, പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകുന്നവരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതിനൊരു അറുതി വരുത്തിയേ പറ്റൂ. ഇല്ലെങ്കിൽ എന്താ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ സിനിമയ്ക്കകത്തങ്ങനെ ക്രിമിനലുകൾ ഉണ്ടായിരുന്നതല്ല, സിനിമയ്ക്കകത്തുകൊണ്ട് പുറത്തുനിന്ന് ധാരാളം പേര് വന്നിരുന്നു. കാരണം ഇതിനെ കൂട്ടിക്കൊടുപ്പവർ വരണമല്ലോ, ഇടനിലക്കാരുണ്ടല്ലോ. ഈ ഇടനിലക്കാർ, പുറത്തു നിൽക്കുന്ന ക്രിമിനൽസ് പലരും ഇവിടെ പല ഉദ്ദേശമായിട്ട് വരുന്നുണ്ട്. പക്ഷെ ഇവിടെ ഇന്ന് ഈ റിപ്പോർട്ട് വെച്ചൊരു നടപടി എടുത്തില്ലെങ്കിൽ ഈ ക്രിമിനലുകളുടെ എണ്ണം കൂടാൻ പോവാണ്, പ്രശ്നങ്ങൾ വർദ്ധിക്കാൻ പോവാണ്. അറ്റ്ലീസ്റ്റ് സിനിമയിലെങ്കിലും ഇങ്ങനൊരു റിപ്പോർട്ട് വന്നു സിനിമയെക്കുറിച്ച്, അത് വെച്ച് മറ്റ് തൊഴിലിടങ്ങളിലും ഭയമുണ്ടാക്കണം. അതായത് ഇവിടെ ബഹുഭൂരിപക്ഷം വീണ്ടും പറയുന്നു, സ്ത്രീകളെന്നല്ല പെൺകുട്ടികളെയാണ് ഇവർ ഉന്നമിക്കുന്നത്. ഇത് ഞാൻ ഇന്നയാളെ ആരെ ടാർഗറ്റ് ചെയ്തല്ല പറയുന്നത്, ഇത്തരം സംഭവങ്ങളുണ്ട്. അതുകൊണ്ട് എന്താ പറ്റുന്ന വെച്ചാൽ ഇതിനകത്ത് സ്ത്രീകളുമുണ്ട്. വളരെയധികം സൂക്ഷിക്കേണ്ടതാണ്. ഈ കുട്ടികളുടെ വളരെ സ്നേഹത്തിൽ വന്ന് സംസാരിച്ച് വിശ്വാസം പിടിച്ചു പറ്റിയിട്ട്, മോളെ അങ്ങനെയല്ല ആന്റി പറയുന്നു, ഇങ്ങനെ അവരും ഇതിനകത്ത് കുഴപ്പക്കാരാണ്. ഈ വേട്ടക്കാരന്മാരുടെ കൂട്ടത്തിൽ വേട്ടക്കാരികളുമുണ്ട്. അതുകൊണ്ട് അത് വളരെയധികം സൂക്ഷിക്കേണ്ടതാണ്. ശുദ്ധീകരിക്കാൻ പറ്റിയൊരു സമയമാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. ഇതിന് ശക്തമായ നടപടിയെടുക്കാൻ ഈ സർക്കാരിന് കഴിയണം. കാരണം ഭൂരിപക്ഷമുണ്ട്, എല്ലാമുണ്ട്. അല്ലാതെ സാംസ്കാരിക മന്ത്രി പോലും ഇതിനകത്ത് ഈ ഉഴപ്പി ന്യായീകരണം പറഞ്ഞു പോകരുത്, പാർട്ടി പ്രവർത്തകർ എടുക്കരുത്. ഇതിനകത്ത് ജാതി മതം രാഷ്ട്രീയം നോക്കാതെ ഇപ്പൊ നടപടിയെടുക്കണം. ഇപ്പൊ എനിക്കറിയാം, ഞാനൊക്കെ ഇങ്ങനെ ഒരു പ്രസ്താവന കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഒരു BJP-കാരൻ, നിങ്ങൾ ദയവേത് ഒരു BJP-കാരെന്നൊന്നും കാണരുത്. ഇതിനകത്ത് എല്ലാവരെയും, സമൂഹത്തിന് തന്നെ ഇതൊരു കുഴപ്പമാണ്, ഇതൊരു ക്യാൻസറാണ്. അപ്പൊ ഈ സമൂഹത്തിനകത്ത് നന്മ ഉണ്ടാക്കണം. ഇത് സിനിമ എന്ന് പറയുമ്പോൾ ഒരു എന്റർടൈൻമെന്റ് മേഖലയാണ്. പൊതുജനം കണ്ടിട്ടാണ് ഇത് വിജയിക്കുന്നത്, അല്ല ചുമ്മാ അങ്ങ് വിജയിക്കുന്നതല്ല. അപ്പൊ നാട്ടുകാർ ഈ സിനിമാ മേഖല ഇഷ്ടപ്പെടുമ്പോൾ ഈ മേഖലയ്ക്കകത്ത് നടക്കുന്ന ദുഷ്പ്രവർത്തികൾ ഒരു പരിധിവരെയെങ്കിലും അത് കൺട്രോൾ ചെയ്യാൻ അതിശക്തമായ നടപടിയും ശിക്ഷയും ഉണ്ടാവണം. ശിക്ഷയുടെ കടുപ്പമനുസരിച്ച് ഇവിടെ നടപടികൾ ഇതിൽ നിന്ന് നിയന്ത്രിക്കാൻ പറ്റത്തുള്ളൂ. സർക്കാരിന്റെ മൗനം അത് നമ്മൾ എടുത്ത് സൂചിപ്പിക്കേണ്ടതാണ്. ഒരാഴ്ചയായി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നിട്ട് 4.5 കൊല്ലമായിട്ട് ഇത് സർക്കാരിന്റെ കയ്യിലാണ് എന്നുള്ളത് നമ്മൾ എടുത്ത് വായിക്കേണ്ടതാണ്. ഒരാഴ്ച കഴിഞ്ഞിട്ടും സർക്കാരിന്റെ ഈ ഒരു മൗനം അതെന്താണെന്ന് തോന്നുന്നു? അല്ല, അതെന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ പീഡന വിഷയം വരുമ്പോഴും അല്ലെങ്കിൽ അതിനകത്ത് ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട് വരുമ്പോഴത്തേക്കാണല്ലോ ഇവർ അളവ് നോക്കാനും മറ്റ് യന്ത്രങ്ങളുമായിട്ടൊക്കെ ആൾക്കാർ പോകുന്നത്, പീഡനത്തിന്റെ അളവ് നോക്കുന്നത്. ഞാൻ പറയുന്നത് ഇതിനകത്ത് യാതൊരു കാരണവശാലും ഒരു ആലംബവും വരരുത്. ഉടനടി ഏറ്റവും ശക്തമായ നടപടി സർക്കാർ എടുത്താലുണ്ട്. ഇപ്പോൾ ജനങ്ങൾ കൂടെ ഉണ്ട്. ഇന്ന് ഈ സർക്കാർ ഇപ്പോൾ വയനാട് വിഷയം കഴിഞ്ഞ് നിൽക്കുന്നു. ഇത് കഴിയുമ്പോഴത്തെ ഇന്ന് ജനങ്ങൾ കൂടെ നിൽക്കുകയാണ് ഇതിനൊരു നടപടി എടുത്താൽ. കാരണം ഇത് സ്ത്രീ സുരക്ഷയെ ബാധിക്കുന്ന പ്രശ്നം, ഒരു നടിയുടെ പ്രശ്നമല്ല, സ്ത്രീ സുരക്ഷയ്ക്കുള്ളൊരു പ്രശ്നമാണ്. ഈ സർക്കാരല്ലേ നവോത്ഥാനം എന്ന് പറഞ്ഞ് ഇവിടെ സ്ത്രീ സ്വാതന്ത്ര്യവും അല്ലെങ്കിൽ രാത്രി സ്ത്രീകളെ കൊണ്ട് നടത്തിക്കാനൊക്കെ ഇറങ്ങിയത്, മതില് കെട്ടാൻ പോയത്? എന്താ ഈ കാര്യത്തിൽ ശുഷ്കാന്തി കാണിക്കാത്തത്? ഇപ്പൊ തന്നെ ആലോചിക്കൂ, ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ട്, അതുകൊണ്ടാണോ ഇവർ ഭയക്കുന്നത്? ഇപ്പൊ നേരെ തിരിച്ച് കോൺഗ്രസ് അനുഭാവിയോ അല്ലെങ്കിൽ BJP-യുടെ ആൾക്കാരെ, സുരേഷ് ഗോപിയുടെയോ കൃഷ്ണകുമാറിന്റെ പേരുണ്ടായിരുന്നെങ്കിൽ ഇന്ന് എന്തായിരുന്നു ഇവിടുത്തെ സ്ഥിതി? അപ്പൊ ആലോചിക്കുക, ഇതിനകത്ത് ഇന്ന് എല്ലാ കൂട്ടരും, ഞാനൊക്കെ എന്തെങ്കിലും പറഞ്ഞ് എന്റെ താഴെ വന്ന് പൂര തെറി എഴുതും. എനിക്കതിലൊന്നും ബാധകമല്ല. പക്ഷെ നിങ്ങൾ ഓർത്തോണം, നടനും BJP നേതാവുമായ കൃഷ്ണകുമാർ പ്രതികരിക്കുകയായിരുന്നു. അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നുള്ള സിദ്ദിഖിന്റെ രാജിയിലും